നമുക്ക് വളരെ ഈസി ആയിട്ട് വീട്ടിൽ നല്ല ശുദ്ധമായ ഉരുകിൻ വെളിച്ചെണ്ണ അഥവാ വിർജിൻ കോക്കനട്ട് ഓയിൽ ഉണ്ടാക്കാൻ പറ്റും. നമ്മൾ കുട്ടികളെയൊക്കെ തേച്ച് കുളിപ്പിക്കാനൊക്കെ ആയിട്ട് നമ്മൾ എപ്പോഴും പുറത്തുനിന്ന് വാങ്ങുന്ന വെളിച്ചെണ്ണയിൽ ഒരുപാട് കെമിക്കൽസ് ഒക്കെ ഉള്ളതാണ്. അത് എപ്പോഴും കുട്ടികളുടെ ശരീരത്തിനും ത്വക്കിനൊക്കെ ഹാനികരമായ മാറ്റങ്ങൾ വരുത്തുന്നുണ്ട്. അപ്പോൾ അതിന് പകരം നമുക്ക് ഇന്നത്തെ വീഡിയോയിൽ കാണാൻ പോകുന്നത് എങ്ങനെയാണ് ഈ ഉരുക്ക് വെളിച്ചെണ്ണ അഥവാ വിർജിൻ കോക്കനട്ട് ഓയിൽ തയ്യാറാക്കുന്നതെന്നാണ്. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം. അപ്പോൾ നമ്മൾ വെളിച്ചെണ്ണ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് നമ്മൾ എടുത്തിരിക്കുന്നത് 4 തേങ്ങ ചിരണ്ടി എടുത്തിട്ടുണ്ട്. നമ്മളിതിലേക്ക് ആദ്യം തന്നെ കുറച്ച് വെള്ളം ഒന്ന് തെളിച്ച് കൊടുത്തിട്ട് ഇതൊന്ന് പിഴിഞ്ഞെടുക്കാൻ പോവാണ്. പിഴിഞ്ഞ് അതിൻ്റെ പാലെടുക്കാൻ പോവാണ്. കുറച്ച് വെള്ളം. ഇനി ഇത് നന്നായിട്ട് തിരുമ്മി പിഴിഞ്ഞിട്ട് നമ്മൾ ആദ്യത്തെ പാലെടുക്കാൻ പോവാണ്. അപ്പോൾ ഇത് നന്നായിട്ട് തിരുമ്മി എടുത്തിട്ടുണ്ട്. ഇനി ഇത് പിഴിഞ്ഞ് ഇതുപോലെ പിഴിഞ്ഞിട്ട് എന്നിട്ട് ഈ വരുന്ന പീര അത് മാറ്റിയിടാം. അത് മാറ്റി വേറൊരു പാത്രത്തിൽ വെക്കാം. നമ്മൾ അതിൽ കുറച്ച് വെള്ളം ഒഴിച്ച് അങ്ങനെ മാറ്റി വയ്ക്കുന്ന പീര കുറച്ച് വെള്ളം ഒഴിച്ച് മിക്സിയിൽ ഒന്നുകൂടെ അടിച്ചെടുക്കുന്നുണ്ട്. അപ്പോൾ ഇതേപോലെ നന്നായിട്ട് പിഴിയുക. ആ പീര മാറ്റിയിടാം. നമ്മളതിൽ ഇത്തിരി വെള്ളം ഒഴിച്ച് മിക്സിയിൽ ഒന്നുകൂടെ അടച്ച് വീണ്ടും പാലാക്കി എടുക്കും. അപ്പോൾ നമ്മളിതിൽ പിഴിഞ്ഞ് എടുത്തിട്ടുണ്ട്. പക്ഷേ ഇതിൽ കുറച്ച് പീര ഇവിടെ ബാക്കിയുണ്ടല്ലോ. നമ്മളതിപ്പോൾ എന്ത് ചെയ്യാൻ പോകണമെന്ന് വെച്ചാൽ ഈ പാല് നമ്മൾ നേരെ ഒരു ഉരുളിയിലേക്ക് അരിച്ചൊഴിക്കാൻ പോകണം. എന്നിട്ട് ബാക്കിയുള്ളത് നമുക്ക് പിഴിഞ്ഞെടുക്കാം. ഉരുളി എടുത്തിട്ടുണ്ട്. ആ ഒരു ഉരുളിയിലേക്ക് നമ്മൾ ഈ പിഴിഞ്ഞ് ബാക്കി വന്ന പീര ഇതിലേക്ക് ഒഴിച്ചിട്ട് അരിച്ചൊഴിക്കുകയാണ് ഇതിലേക്ക് പാല്. നമുക്കിനി ഇതുപോലെ തന്നെ ഈ അരിപ്പയിലേക്ക് ഇങ്ങനെ പിഴിഞ്ഞ് ഇതിൻ്റെ പീര മാറ്റിയിടാം. അപ്പോൾ ആ ഒരു പരിപാടി കഴിഞ്ഞു. അപ്പോൾ നമ്മൾ ചെയ്യാൻ പോണത് നമ്മൾ പിഴിഞ്ഞെടുത്ത ഈ പീരയില്ലേ, ഈ പീര നമ്മൾ ശകലം വെള്ളമൊഴിച്ച് മിക്സിയിലൊന്ന് അടിച്ചെടുക്കാൻ പോവാണ്. എന്നിട്ട് അതിൻ്റെ പാല് നമ്മളെടുക്കും. അപ്പോൾ നമ്മൾ അതിന് വേണ്ടിയിട്ട് ഒരു മിക്സിയുടെ ജാർ എടുക്കാം. ഒരു മിക്സിയുടെ ജാറിലേക്ക് നമ്മൾ ഈ തേങ്ങാപ്പീര ഇട്ട് കൊടുക്കാം. തേങ്ങാപ്പീര അതിലേക്ക് ഇട്ടിട്ട് നമ്മൾ ഇതേപോലെ തന്നെ അതിലേക്ക് ഒരു പൊടി വെള്ളം ഒഴിച്ചിട്ടൊന്ന് അടിച്ചെടുക്കാം. അപ്പോൾ ഞാൻ ഇതുപോലെ അടിച്ചെടുത്തിട്ടുണ്ട് മിക്സിയിൽ. അധികം വെള്ളം ചേർക്കരുത്, ഒരു ശകലം വെള്ളം ചേർത്താൽ മതി. ഇതുപോലെ അടിച്ചെടുത്തിട്ട് നമ്മൾ നേരത്തെ ചെയ്ത പോലെ തന്നെ ഒന്നും കൂടെ ഇതുപോലെ പിഴിഞ്ഞെടുക്കാം. ഇതേപോലെ ബാക്കിയുള്ളത് അടിച്ചെടുത്തിട്ട് നമുക്ക് ഒരുമിച്ച് പിഴിയാം. അങ്ങനെ ഇതേപോലെ ഉണ്ടോ, അധികം വെള്ളം ചേർത്തിട്ടില്ല. അധികം വെള്ളം ചേർക്കാതെ ഇതുപോലെ അടിച്ചെടുത്തിട്ടുണ്ട്. നമ്മളിനി ഇത് നേരത്തെ ചെയ്ത പോലെ തന്നെ പിഴിഞ്ഞ് അതിൻ്റെ പീര മാറ്റി വയ്ക്കുകയാണ്. അപ്പോൾ ഇതുപോലെ ഇത് പിഴിഞ്ഞെടുത്തിട്ടുണ്ട്. അപ്പോൾ നമ്മളിതിനി മറ്റേ നേരത്തെ എടുത്ത ഉരുളിയിലേക്ക് നമ്മൾ ഇത് അരിച്ചൊഴിക്കുകയാണ്. അതും ഇതുപോലെ പിഴിഞ്ഞെടുത്തിട്ടുണ്ട്. നമ്മളത് പാലിങ്ങനെ ഒഴിക്കുകയാണ്. പിന്നൊന്നും ചെയ്യാനില്ല. ഇനി നമ്മളിത് അടപ്പത്ത് വെച്ച് നന്നായിട്ട് തിളപ്പിച്ച് വറ്റിച്ച് എടുക്കാൻ പോവാണ്. അപ്പോൾ നമ്മളിത് അടപ്പത്ത് വെച്ചിട്ടുണ്ട്. അടപ്പത്ത് വെച്ച് ഇനി ഇത് നന്നായിട്ട് വറ്റിച്ചെടുക്കാൻ പോവാണ്. അപ്പോൾ അത് എത്ര നേരം എടുക്കും എന്നതിലല്ല, കാരണം നമ്മളത് ഇപ്പോൾ 4 തേങ്ങ എടുത്ത് അതിൻ്റെ എടുത്തിട്ടാണ് നമ്മൾ ചെയ്യുന്നത്. അപ്പോൾ തേങ്ങയുടെ അളവ് കൂടുന്തോറും നമ്മൾ ഇത് ഉണ്ടാക്കി വറ്റിച്ചെടുക്കാനുള്ള ടൈമും അതുപോലെ കൂടും. അപ്പോൾ ഇതാ ഇവിടെ നല്ല തിള വന്നിട്ടുണ്ട്. നമ്മളിനി ഇത് ഫുൾ ടൈം ഇളക്കി കൊടുക്കണം. ഇങ്ങനെ ഇളക്കി കൊടുത്തുകൊണ്ടിരിക്കണം. ഇപ്പോൾ ഇവിടെ നന്നായിട്ട് വറ്റി തുടങ്ങിയിട്ടുണ്ട്. ഇപ്പോൾ ഏകദേശം ഒരു അരമണിക്കൂറായി. നന്നായിട്ട് ഇളക്കി കൊടുത്തുകൊണ്ടിരിക്കുക. ഇപ്പോൾ ഒരു 3/4 മണിക്കൂറിനടുത്തായിട്ടുണ്ട്. കണ്ടില്ലേ സൈഡിൽ വെളിച്ചെണ്ണ തെളിഞ്ഞ് വരുന്നത് കാണാൻ പറ്റും. ഇപ്പോൾ വെളിച്ചെണ്ണ തെളിഞ്ഞ് വന്ന് തുടങ്ങിയിട്ടുണ്ട്. ഇനി ഇതുപോലെ തന്നെ ഇളക്കി വറ്റിച്ചെടുക്കാം. അപ്പോൾ അങ്ങനെ നമ്മുടെ വിർജിൻ കോക്കനട്ട് ഓയിൽ ഉണ്ടാക്കുന്ന പ്രോസസ്സ് കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ നമ്മളിനി ഇത് അടപ്പത്ത് എടുത്ത് മാറ്റാണ്. അപ്പോൾ ഈ കളർ കണ്ടില്ലേ, ഈ ഒരു കളറാവുന്നവരെ മതി. വെളിച്ചെണ്ണ സൈഡിൽ തെളിഞ്ഞ് വരുന്നത് നമുക്ക് കാണാൻ പറ്റും. അപ്പോൾ ഇനി നമ്മൾ അടപ്പത്ത് എടുത്ത് മാറ്റിയിട്ട്, അങ്ങനെ അടപ്പത്ത് കുറേ നേരം വെച്ചുകൊണ്ടിരുന്ന് കരിഞ്ഞു പോകും. എടുത്ത് മാറ്റിയിട്ട് നമ്മൾ വേറെ സ്ഥലത്ത് കൊണ്ടുപോയി ഇത് ചെരിച്ച് വെക്കും. ചെരിച്ച് വെക്കുമ്പോൾ അതിൻ്റെ വെളിച്ചെണ്ണ സൈഡിൽ ഇങ്ങനെ ഊറി വരുന്നത് നമുക്ക് കാണാൻ പറ്റും.
അപ്പോൾ നമ്മളങ്ങനെ ഇത് വേറെ സ്ഥലത്തേക്ക് അടുപ്പത്ത് നിന്ന് എടുത്ത് മാറ്റി കൊണ്ടുവന്നിട്ട് ചെരിച്ച് വെച്ചേക്കാണ് ഉരുളി. ചെരിച്ച് ഉരിച്ചിട്ട് അതിലെ കൊറ്റൻ നമ്മൾ ഈ വറുത്തെടുത്തത് ഇങ്ങനെ ഒരു സൈഡിലേക്ക് മാറ്റി ഇങ്ങനെ എടുത്ത് വയ്ക്കാം. അപ്പോൾ വെളിച്ചെണ്ണ നമ്മുടെ അതിൻ്റെ താഴത്തെ ഭാഗത്തേക്ക് ഇങ്ങനെ ഊറി വരും. ആ ഊറി വരുമ്പോൾ നമുക്കതൊരു സ്പൂൺ ഉപയോഗിച്ച് ഇങ്ങനെ കോരിയെടുത്ത് വേറൊരു വെള്ളത്തിൻ്റെ അംശമൊന്നും ഇല്ലാത്തൊരു പാത്രത്തിലേക്ക് മാറ്റി വയ്ക്കാം. അത് മാത്രമല്ല അതിൽ കൊറ്റൻ മാക്സിമം ഇല്ലാതിരിക്കാൻ ശ്രമിക്കുക. കൊറ്റൻ ഉണ്ടാകാൻ പാടില്ല. ഇതിനൊരു പ്രത്യേക സ്മെല്ലാണ്, നല്ല അടിപൊളി സ്മെല്ലാണിത്. അതിലായിരിക്കുന്ന കൊറ്റൻ നമുക്ക് ഈ മുഖം ഡ്രൈ ആവുന്ന പ്രശ്നമൊക്കെ ഉള്ളവർക്ക് അത് മുഖത്തൊക്കെ പരച്ചാൽ നല്ലതാണ്. നല്ലൊരു ഓയിൽ സ്കിന്നി കിട്ടാനായിട്ട് നല്ലതാണ്. പിന്നെ ആ കൊറ്റനെ കൊണ്ട് നമുക്ക് ചെയ്യാനുള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്കത് എടുത്തു വയ്ക്കാം. ഫ്രിഡ്ജിലൊന്നും വെക്കേണ്ട, നമ്മളൊരു പാത്രത്തിൽ അടച്ച് ചൂടാറി കഴിയുമ്പോൾ അടച്ചെടുത്ത് വെച്ചാൽ മതി. ആ കൊറ്റൻ നമുക്ക് കറിയിൽ ഉപയോഗിക്കാം. കറിയിൽ വറുത്തരച്ച കറിയിൽ തേങ്ങ വറുത്തരയ്ക്കുമ്പോൾ അതിൻ്റെ ഒപ്പം ഇട്ട് ഉപയോഗിക്കാം. നല്ല ടേസ്റ്റ് ആയിരിക്കും, അടിപൊളിയായിരിക്കും. അപ്പോൾ അങ്ങനെ നമ്മുടെ വിർജിൻ കോക്കനട്ട് ഓയിൽ ഇവിടെ തയ്യാറായിട്ടുണ്ട്. കുറച്ച് കഷ്ടപ്പെട്ടാലും ഇതിൽ കിട്ടുന്ന ആ വെളിച്ചെണ്ണ അത് നമുക്ക് ഒരു കെമിക്കലൊന്നും ചേർക്കാത്തതാണ്. കുട്ടികൾക്കും മുതിർന്നവർക്കായാലും ത്വക്കിനും എല്ലാം അനുയോജ്യമായ ഒരു സാധനമാണിത്. വേറെ കെമിക്കലൊന്നും ഇല്ല. അത് വളരെ ഹെൽത്തിയാണ്. അപ്പോൾ എല്ലാവരും പറ്റാവുന്നവരൊക്കെ ഇനി ഇത് കടയിൽ നിന്ന് വാങ്ങുന്നത് ഒഴിവാക്കി കുറച്ച് കഷ്ടപ്പെട്ടായാലും ഇത് ട്രൈ ചെയ്ത് നോക്കാം. അപ്പോൾ നമുക്ക് വേറെ വീഡിയോസിൽ കാണാം. അതുവരെ ടേക്ക് കെയർ. ബൈ ബൈ.